കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ഉപദേശക സമിതികൾക്ക് കൂച്ചുവിലങ്ങ്. അനുമതിയില്ലാതെ വാർത്താ സമ്മേളനവും വാർത്താക്കുറിപ്പുകളും പാടില്ല. കൊച്ചിൻ ദേവസ്വം വക ക്ഷേത്രങ്ങളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഉപദേശക സമിതികൾ ക്ഷേത്ര നടത്തിപ്പും ചടങ്ങുകളും മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. തൃശൂരിൽ നിന്ന് സനു കെ സജീവ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സനു, ഏതടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന നിർദ്ദേശം അല്ലെ ഒരു വിധി ദേവസ്വം ബോർഡിന് വന്നിരുന്നു. അതായത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് രാഷ്ട്രീയ നോമിനികളെ പാടില്ല എന്നുള്ളൊരു സുപ്രധാന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം സത്യത്തിൽ ഈ ദേവസ്വം ബോർഡും അതേപോലെ സർക്കാരും വലിയ അസ്വസ്ഥരായിരുന്നു ഈ വിധി വന്നതിന് ശേഷം. അതായത് സാധാരണ നിലയിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ രാഷ്ട്രീയ നോമിനികളെ, അതായത് ഇടത് നോമിനികളെ തിരികെ കയറ്റുന്ന ഒരു നിലപാടാണ് അവർ പിന്തുടർന്നു പോരുന്നത്. അതിന് തടസ്സമായി ഈ ഹൈക്കോടതി വിധി വന്നതോടുകൂടിയാണ് പുതിയൊരു തിട്ടൂരം, അതായത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്. അതായത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികൾ വാർത്താ സമ്മേളനം വിളിക്കാനോ അതേപോലെ തന്നെ പത്രക്കുറിപ്പ് ഇറക്കാനോ പാടില്ല എന്നൊരു നിർദ്ദേശമാണ്, ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡറാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പും അതേപോലെ തന്നെ ക്ഷേത്ര ഭരണവും ഒപ്പം തന്നെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് സഹായിക്കുക എന്നൊരു നടപടി മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നൊരു നിർദ്ദേശമാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതായത് സാധാരണ നിലയിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ ഉപദേശക സമിതികളെ തിരഞ്ഞെടുക്കുന്നത് ആ ക്ഷേത്രങ്ങളിലെ വിശ്വാസികൾ കൂടിയായിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല. വോട്ടെടുപ്പിലൂടെ പൊതുസമ്മതനായിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശം. അതേപോലെ തന്നെ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അതിൻ്റെ ഒരു ട്രഷററായി നിയമിക്കുന്ന ഒരു നിലപാടും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് പല ദേവസ്വം ക്ഷേത്രങ്ങളിലെയും ഉപദേശക സമിതികൾ മാറിയതിന് തൊട്ടു പിന്നാലെയാണ് അതിനെ മറികടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ മറികടന്ന് പോവാതിരിക്കാൻ വേണ്ടി പുതിയൊരു നിർദ്ദേശമല്ലെ പുതിയൊരു ഓർഡറുമായിട്ട് ദേവസ്വം ബോർഡ് തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം ഉയരുന്നുണ്ട്, ഭക്തരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ട്. അതേപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതികൾ ഇത് അംഗീകരിക്കില്ല എന്നൊരു നിലപാടിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. ദേവിക.